ഓച്ചന്തുരുത്ത് ഓമന തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓതുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓതുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിൽ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓച്ചന്തുരുത്ത്, അതായത് ഈ ഞാൻ അടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി രംഗത്ത് മുതലാളി നീ എന്നെ ചുമന്നോടുപ്പ് തള്ളി വിടാണ്. ഇങ്ങോട്ട് പറ്റില്ല, അങ്ങോട്ട് പോ. മൈക്കിലേക്ക് വരെ നാടകം പൊളിക്കില്ല. ഇവനൊക്കെ നാടകം പൊളിക്കും. ഇങ്ങോട്ട് വാ. ഡയലോഗ് ഓർമ്മയില്ല, ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരത്തെ ചിരിക്കുന്നു. അയ്യോ, പഴം പൊടിക്കാൻ ചിരിച്ചിരിക്കാനല്ല പറഞ്ഞത്, അട്ടഹസിക്കുന്നു. എന്താ അട്ട 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 അട്ടഹസിക്കാൻ എങ്ങനെയത്? അടിപൊളി അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? അത് പറഞ്ഞ പോലെ പുലാത്തുന്നു. എന്റെ ഈ പുള്ളിയുടെ പോരണം. എടാ ഫോട്ടോ എടുക്കാറില്ല, സ്റ്റില് അനങ്ങാതെ നിൽക്കാൻ. മകള് വരുന്നു. മകള് ഞാനാ, എല്ലാം നീയാണ്. മകള് പോട, നീ അച്ഛനാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. അതല്ല പറഞ്ഞ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്തല്ലാന്ന് പുച്ഛം. എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന് ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജ്മോഹൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടാ ഒന്ന് ആവേശത്തിൽ പറയണം. മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത് അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെ എഴുതി വെച്ചാൽ മാറ്റാൻ. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത് നിനക്കൊരു ഫാഷൻ അല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ചേച്ചിയൊക്കെ നോക്കണം. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണ് എല്ലാം നീയാണ് പണ്ടാരാണ് അച്ഛൻ. നിങ്ങളുടെ വാടക എന്റെ ഷർട്ട് ഇട്ടു തന്നെ. മുതലാളി വെളി കേൾക്കുന്നു. മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാണ് ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ? ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞല്ലേ. ഗോപി. ഗോപി അല്ല, PK ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തള പുത്തള പുട്ട. അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന്
ഇവൻ തോക്കട്ടെ. എടാ തോക്കെടുക്കാൻ. അയ്യോ തോക്കെടുത്തിട്ടില്ല. ഉമ്മാര് നാടകം പൊളിക്കൊള്ളു. അവിടെ ഞാൻ കൊണ്ടുതരാം. അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന്. ആര് കണ്ടിട്ട് വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു. എന്റെ ദൈവമേ, നീ വെടിവെച്ചിട്ട് നീ എങ്ങനെയാണ് ചാവണം? നീ മരിച്ചു വീഴാം. ഞാൻ മരിച്ചു വീഴാം. ആ ചിരിക്കുന്നു. മകൻ വരും. ഞാനാണ് നീയാണ് മകൻ. ഡയലോഗ് മുതലാളി 3 വർഷം കൂടെ ജോലിക്ക് നിന്ന് എന്റെ പൊന്നുമങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് വന്ന ദുഷ്ട, നീ നശിച്ചു പോവും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയത്? ഇവിടെ ഇവിടെ ഉണ്ടാ അവിടെ ഭയങ്കര ഉറുമ്പാട് ചേർക്കുക. കാരണം ഞാൻ ഇങ്ങോട്ട് ഞാൻ മാറ്റി പറഞ്ഞോളാം. ഉറുമ്പ് കടിയെ സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. എന്നെ പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ. ഇല്ല, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി കാണുക. അല്ലല്ല, കുടുംബിനിയായി കാണുക എന്നുള്ളത്. പറയൂ മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്ത് മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്നു പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എന്തൊരു സംശയം. സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?